കഥ കസേരകളി കഥകളി. നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് മാത്രം ഇനി പ്രതിപക്ഷം ചോദിക്കരുത്. 2 മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരാൻ പോവുകയാണ് കാരണ സഹാവ്. മുമ്പുണ്ടായിരുന്ന 2 വാഴകൾ മാറ്റി പുതിയ 2 വാഴ വയ്ക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു കലാപരിപാടി. മന്ത്രിസ്ഥാനം പോയാലും ആന്റണി രാജുവിന് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. 5 പൈസ ശമ്പള കുടിശ്ശികയില്ലാതെയാണ് മന്ത്രി പടിയിറങ്ങുന്നത്. പാവം ഗണേശന് ഇനി കൊട്ടാരക്കര ഗണേശൻ മാത്രമാണ് തുണ. 2.5 വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു LDF ധാരണ. ഇന്നലെ നവകേരള സദസ്സിന്റെ സമാപനമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്നലെ തന്നെ. അപ്പോൾ ഇന്നാണ് കാണാൻ സമയം നൽകിയത്. അനുസരിച്ച് മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പാവം അയാൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൻ കരയണം. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി പണ്ടനും പോയി ബോട്ടും കിട്ടി. ഗതാഗത വകുപ്പ് ആണെങ്കിൽ ആണ്, അദ്ദേഹം അത് പറഞ്ഞില്ല. ഇന്നെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം 1 രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത്, രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2.5 കൊല്ലം കൊണ്ട് തന്നെ നിരവധിയായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ളൊരു ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത്. ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. പിന്നെ പഠിക്കേണ്ടതുണ്ട്, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഒരു മോശം സ്ഥിതിയിലാണ്. പിന്നെ തൊഴിലാളികളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. എത്ര കാലം മന്ത്രിയായിരിക്കുന്നതല്ല എന്നുള്ളതല്ല, മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? ഗതാഗത വകുപ്പ് ആണെന്ന് പറഞ്ഞതിന് ശേഷം, മന്ത്രി ചുമതല ഏറ്റതിന് ശേഷം ഞാൻ പറയാം. മനസ്സിൽ നല്ല പ്ലാനുകളുണ്ട്. നല്ല വിദ്വാനാ വരുന്നു. ഭയങ്കര പാരമ്പര്യവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വകുപ്പായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എഴുതിയതാണ്. എന്നാൽ പ്രതീക്ഷിച്ച പോലുള്ള അത്ര വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിന് എനിക്ക് പറയാനുള്ളത്. തൊഴിലാളികൾ എന്നോട് സഹകരിക്കും. കാരണം ഞാൻ അവരുമായിട്ടൊരു ഫൈറ്റില്ല. ഞാൻ അവരുമായിട്ട് സ്നേഹത്തിലാണ് പോകുന്നത്. അന്ന് തൊഴിലാളി നേതാക്കൾ പോലും ആവശ്യപ്പെടാത്ത തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത ആളാണ് ഞാൻ തൊഴിലാളിയുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഉക്കൾ നടത്തുന്നത്. നമുക്ക് ദേഷ്യം വരരുത്. അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത്. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ. മനസ്സിലായോ? ഇത് നരസിംഹന്റെ കീഴിലാണല്ലോ ഈ മന്ത്രിമാരെ വരാൻ പോകുന്നത്. ഒരാൾക്കും വ്യക്തിത്വം ഇല്ലാതെ വ്യക്തിത്വമുള്ള ഒരു മന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. ഉണ്ടായാൽ ശൈലജ ടീച്ചർ അനുഭവം ഉണ്ടാവും.